ഈ വർഗീയ വിഷം തുപ്പുന്ന എന്താ? ഇപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കില്ല, ഒരു വിട്ടുവീഴ്ചയില്ലാതെ. കാണുന്നില്ല നിങ്ങൾ? ഈ നാട് കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞ 4-5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ഈ വർഗീയ വിദ്വേഷം കുത്തിവെച്ചാൽ കുത്തിവെക്കുന്നവരും കാണും, എതിരാളികളും കാണും, രണ്ടു വിഭാഗം കാണും. പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തെ അതിന് തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറയപ്പോ MLA തെളിവെന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയും എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇപ്പോഴത്തെ കാര്യമില്ല, 5-8 മാസം മുമ്പത്തെ കാര്യം പറയുന്നത്. പിന്നെ ഈ സാജൻ സ്കറിയയുടെ വിഷയം വരികയും സാജൻ സ്കറിയെ കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വയർലെസ് ചോർത്തിയതിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ സാജൻ സ്കറിയെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണു തുറക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇതിലെന്തുണ്ടല്ലോ, ഇതുപോലൊരു രാജ്യദ്രോഹിയെ ഈ ADGP അജിത് കുമാറും ശശിയും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ല. ഒരു നന്മയുള്ള ഒരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടല്ല അവരെടുത്തത്. അന്വേഷണമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പറഞ്ഞ് നടക്കുക നിങ്ങളൊക്കെ. മനുഷ്യരായി കാണണം. ഈ മനുഷ്യരൊന്നിട്ടെങ്കില് ഈ നെക്സസ് പൊളിയുള്ളൂ. ആ നെക്സസിനെ തകർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടാന്ന്. അത് തകരാതെ ഈ നാട് രക്ഷപ്പെടും നിങ്ങൾ കരുതണ്ട കേട്ടോ. തമിഴ്നാട്ടിൽ പോയി നോക്കിയാല് കാണൂല നിങ്ങൾക്ക്. ആന്ധ്രയിൽ പോയി നോക്കിയാൽ ഇത്ര ബന്ധം ഒരിക്കലും ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കന്മാർ തമ്മിലില്ല. യോഗിയൊക്കെ ഉണ്ടാവും. ഈ തരത്തിലെ അങ്കിൾ ബന്ധമുണ്ടല്ലോ. ഈ രാജ്യത്ത് ഒരു സംസ്ഥാനം നമ്മൾ കാണില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്. 15 ദിവസം കൊണ്ട് തെളിയിച്ചു കൊടുക്കുക. 2 പോലീസുകാരന്റെ കൂടെ വിട്ടാൽ മതി. 4 ആളെ പിടിച്ച് 2 പറയുന്നില്ല. 13-14 മാസം 13ാമത്തെ മാസം കിടക്കുക. ഇപ്പോഴും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. നാളെ അവിടെ വിശദീകരിക്കേണ്ട, അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുക, സമയം കളയുന്നില്ല. ഇപ്പൊ പണി എന്താ അറിയാം നിങ്ങൾക്ക്? ഈ ADGPക്ക് ചുരുക്കി 2-3 മിനിറ്റ് അവസാനിപ്പിക്കാം. വെള്ളം കൊണ്ട് 2-3 മിനിറ്റ് അവസാനിപ്പിക്കാം. ഈ മാമി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. എടക്കര സുലൈമാൻ കേരളത്തിലെ ഒരുവിധം ഭൂമി സംബന്ധമായ എല്ലാവർക്കും അറിയാം. നല്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ്. എടക്കര സുലൈമാനി കുറച്ചും കൂടി മേലെയാണ് മാമി.